ക്രൈസ്തവോ കർത്താവിന്റെ വിശുദ്ധമായ നാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കാൻ നമുക്ക് ലഭിച്ചിരിക്കുന്ന ഒരു അവസരം സന്തോഷത്തോടും പ്രാർത്ഥനയോടും കൂടി നമ്മളത് ഉപയോഗിക്കണം. അല്പസമയമല്ലേ ഉള്ളൂ. ഇന്ന് ലോകസഭകളെല്ലാം വിളിച്ചറിയിച്ചുകൊണ്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് പോകാൻ സമയമായി. ഇനി ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം കേൾക്കാനുള്ള അവസരം നമുക്ക് ലഭിക്കില്ല നിലയിലായി കഴിഞ്ഞിരിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. നമ്മള് ലോക ചരിത്രം പഠിക്കുമ്പോൾ അവസാനത്തെ സാമ്രാജ്യമായ റോമ സാമ്രാജ്യം, ബാബേല്, പേർഷ്യ, മഹാനായ അലക്സാണ്ടർ ഗ്രീസ് സാമ്രാജ്യം, റോമ സാമ്രാജ്യം, 4 ലോക സാമ്രാജ്യങ്ങൾ ലോകത്തെ ഭരിച്ചതിന് ശേഷമാണ് പിന്നെ അത് ഭിന്ന ഭിന്നമായി പോയി നാട്ടുരാജാക്കന്മാരുടെ ഭരണം വന്നത്. അപ്പൊ ആ റോമ സാമ്രാജ്യം ഭരിക്കുന്ന ഭരണകാലത്താണല്ലോ യേശു ഭൂമിയിലേക്ക് വന്നത്. അപ്പൊ യേശുവിന്റെ കാൽവരി ഭരണത്തിൽ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച റോമൻ പട്ടാളത്തിലെ 40 സഹദേവന്മാരെന്ന പേരിൽ അവരറിയപ്പെടുന്നത്. ആ ഭാഗത്ത് താമസിക്കുന്ന പ്രത്യേക ഏതെങ്കിലും മതക്കാരായിരിക്കണം. 40 സഹദേവന്മാർ. അവർ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചതിന്റെ ഫലമായി റോമ ഗവൺമെന്റ് അതിൽ നിന്ന് മാറണമെന്ന് പറഞ്ഞാൽ അവർ മാറാതെ ബലമായി നിന്നു. അതിന്റെ ഫലമായി അവർക്ക് വിധിച്ച ശിക്ഷ അർമേനിയൻ പർവ്വതത്തിന്റെ അടിവാരത്തുണ്ടായിരുന്ന ഒരു മഞ്ഞു കുളം. ആ കുളത്തിൽ സന്ധ്യയായി കഴിഞ്ഞാൽ കുളത്തിന്റെ മുകളിൽ മഞ്ഞ് കട്ടിയായി തീരും വെള്ളം. അപ്പൊ അതിനകത്ത് മനുഷ്യൻ നിന്നാലൊന്നും ഒരു കൂസലും ഇല്ലാതെ അന്റാർട്ടിക്ക പോലെ മഞ്ഞായി കിടക്കും. അപ്പൊ അതിന്റെ മുകളിൽ ഇവരെ നിർത്തുക. അവിടുന്ന് ഇവരെ നോക്കത്താവുന്ന സ്ഥലത്ത് തീയെ കത്തിക്കിടക്കുക, വെള്ളം ചൂടാക്കി വെച്ചിരിക്കുക, വീഞ്ഞ് പകർന്ന് പാത്രത്തിൽ വെക്കുക, നല്ല രുചികരമായ ആഹാരം പാകം ചെയ്ത് വെക്കുക. അപ്പൊ ഈ യേശുവിനെ അവർ തള്ളിക്കളയുന്നു എങ്കിൽ അവർക്ക് ആ മഞ്ഞ കുളത്തിന്റെ മുകളിൽ നിന്ന് ചെന്ന് ചൂടുവെള്ളത്തിൽ കുളിക്കാം, വീഞ്ഞ് കുടിക്കാം, ഭക്ഷണം കഴിക്കാം, സുഖമായി രക്ഷപ്പെടാം. യേശുവിനെ അവർ തള്ളിക്കളയുന്നില്ലെങ്കിൽ ആ കുളത്തിൽ അവർ അവസാനിക്കും. ഇതാണ് റോമൻ വിധി. ഒരു പട്ടാളക്കാരന് കാല് മാറി എന്നാണ് പറയപ്പെടുന്നത്. എന്നാലും ആ പട്ടാളക്കാർ അവിടെ നിന്ന് അവിടെ ശരീരം ആ മഞ്ഞ് കട്ടയുടെ മുകളിൽ മരിച്ചു വീണപ്പോഴും അവരുടെ ആത്മാവ് അവരുടെ അകത്തെ വരുന്ന സ്വർഗ്ഗവനങ്ങളിലേക്ക് പറന്നുപോയി. അതാണ് ലോകചരിത്രം പറയുന്നത്. അതിന്റെ ഒരു പാട്ടാണ് യാക്കോബ സഭയിൽ അത് പാടുന്ന, അവർ ആരാധനയ്ക്കൊക്കെ പാടുന്ന ഒരു പാട്ടാണ്. എനിക്ക് പാട്ടിന്റെ ട്യൂണില്ലെങ്കിൽ എന്റേതായ ട്യൂണിൽ ഞാനൊന്ന് പാടാം. ലോകന്താത സഹോദര ജാതിയത് തറവാടു ആകയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സ്മരണം ചെയ്വതു നന്നേറ്റോ. ലോകന്താത സഹോദര ജാതിയത് തറവാടും ആകയുപേക്ഷിച്ചേശുവിനായി മരണം സ്നേഹിച്ച സഹദേന്മാരെ സ്മരണം ചെയ്ത് നന്നേറ്റം. അവരെ ഓർക്കുന്ന ഇന്ന പാട്ട് ആയിരക്കണക്കിന് ദൈവാലയങ്ങളാണ് പാടിക്കൊണ്ടിരിക്കുന്നത്. ആയിരക്കണക്കിന് ദൈവാലയങ്ങളാണ് കഴിഞ്ഞ നാളുകളൊക്കെ പാടിയത്. അവർ ധൈര്യമായ യേശുവിന് നിന്നതുകൊണ്ട് അവർ ഇന്നും വിശ്വാസ ഹൃദയങ്ങളിൽ ജീവിച്ചിരിക്കുകയാണ്. ദാനിയേൽ പ്രവാചകൻ, അതായത് ഇസ്രായേലിന്റെ അടിമയായി ബാബേലിൽ കൊണ്ടുപോകുമ്പോ ബാബിലോണിൽ പോയ അടിമകളിൽ നിന്ന് 4 പേരെ തെരഞ്ഞെടുത്തു. ദാനിയേല്, ശത്രുക്ക്, മേശക്ക്, അഭേദനഗോ. ദാനിയേലിന് ബെൽസസറിന് പേര് കൊടുത്തു. എന്നിട്ട് ബാബേൽ രാജാവ് തീരുമാനമെടുത്തു, ഈ 4 പയ്യന്മാർക്ക്, യുവാക്കൾക്ക് ബാബേൽ കൊട്ടാരത്തിലെ രാജകീയ ആഹാരം, രാജാവ് കഴിക്കുന്ന പോലെയുള്ള ആഹാരം കൊടുത്തേക്കാമെന്ന് തീരുമാനിച്ചു. അപ്പോ ദാനിയേൽ തീരുമാനിച്ചു, രാജാവിന്റെ ആഹാരം കൊണ്ടോ ബാബേലിന്റെ ആഹാരം കൊണ്ടോ താൻ അശുദ്ധനാകയില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു. കാരണം യഹൂദന്മാർക്ക് ദേവകാ പുസ്തകത്തിൽ പ്രത്യേക നിയമം കൊടുത്തിട്ടുണ്ട്. മത്സ്യത്തിന് സ്രാഗ ചതമ്പില്ലാത്തവർ കഴിക്കാൻ പാടില്ല, അയവിറക്കാത്ത മൃഗത്തെ അവർക്ക് ഭക്ഷിക്കാൻ പാടില്ല. അങ്ങനെ പക്ഷികളെല്ലാത്തിനും നിയമമുണ്ട്. ആ നിയമം അനുസരിച്ചല്ലാതെ ഞാൻ ആഹാരം കഴിക്കില്ല എന്ന് ദാനിയേൽ ഹൃദയത്തിൽ തീരുമാനിച്ചു. ആ ഹൃദയത്തിൽ തീരുമാനിച്ചതിന്റെ ഫലമായി പല പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നുവെങ്കിലും ദാനിയേൽ അതിനെല്ലാം വിജയിച്ച് അവിടെ വിജയിച്ച് ബാബേൽ കഴിഞ്ഞ പേർഷ്യ, മേദ്യനായ ദാരിയേവേശും പേർഷ്യനായ കോരേസും ചേർന്ന് രണ്ടാമത്തെ ലോക സാമ്രാജ്യത്തിൽ അപ്പോൾ ദാനിയേൽ ജീവിച്ചിരിക്കുമ്പോൾ അവിടെ ലോകഭരണത്തിന് വേണ്ടി 3 പ്രതിനിധികളെ രാജാവ് തെരഞ്ഞെടുത്തു. ആ തെരഞ്ഞെടുത്ത 3 പേരിൽ ഒരാൾ ദാനിയേലും, ആ 3 പേരിൽ പ്രധാനിയായിട്ട് ദാനിയേലിന് ഉയരുവാനിടയായി. 3 പേരിൽ ഏറ്റവും നേതാവ് ദാനിയേലായി മാറി. നോക്കണം. അപ്പൊ നിസ്സാരമായ ആദ്യത്തെ പരീക്ഷണത്തിന്റെ മുമ്പില് ദാനിയേല് സ്വന്തം ഇഷ്ടപ്രകാരമൊക്കെ പരാജയപ്പെട്ടു പോയിരുന്നു എങ്കിൽ എന്തായിരുന്നു?
ഈ ഉന്നതിയിലേക്ക് ഉയരാൻ ഒക്കുമായിരുന്നു? ഇല്ല, നിരാശ വരുമായിരുന്നു, ജീവിതം പരാജയപ്പെടുമായിരുന്നു. അപ്പൊ ദാനിയേലിന്റെ ഹൃദയത്തിലെ ആ തീരുമാനം, രാജാവിന്റെ ഭക്ഷണം കൊണ്ട്, രാജകൊട്ടാരത്തെ വീഞ്ഞുകൊണ്ട് ഞാൻ അശുദ്ധനാകുകയെല്ലാം തീരുമാനിച്ചെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിന്നതിന്റെ ഫലമായി ബാബേൽ ആ സാമ്രാജ്യത്തിലും മേദ്യ പേർഷ്യൻ സാമ്രാജ്യത്തിലും മിന്നം താരമായി ശോഭിച്ചു വരുവാൻ ദൈവനാമത്തിന് മഹത്വം കൊണ്ടുവന്നതിന് സഹായിച്ചു. കാരണം യേശുക്രിസ്തു ജനനമരണ പുനരുദ്ധാരങ്ങൾ 1000 ആണ്ട് വാഴ്ച മുതലായ എല്ലാ കാര്യങ്ങളും പ്രവചന രൂപത്തിൽ ദാനിയേൽ പ്രവചനത്തിൽ എഴുതി തീർന്നപ്പോ ദാനിയേലിന്റെ കർത്താവാൻ ദൈവം പറഞ്ഞ ദാനിയേലേ, നീ പോയിക്കൊള്ളുക, യുഗാവസാനത്തെങ്കിൽ നിന്റെ ഓഹരി ലഭിപ്പാൻ എഴുന്നേറ്റ് വരുമെന്ന്. അപ്പൊ പത്രോസ് അപ്പോസ്തലൻ പറഞ്ഞ് ശ്രദ്ധിക്കണമേ, തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് അവന്റെ ബലമുള്ള കൈക്കീഴിൽ നമ്മൾ താണിരിക്കുക. തക്ക സമയത്ത് നമ്മൾ ഉയർത്തേണ്ടതിന് യേശുക്രിസ്തുവിന്റെ കാൽവറി മരണത്തിലെ ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ പൈതല് യേശു കർത്താവിന്റെ കൈക്കീഴിൽ താണിരിക്കുന്നു എങ്കിൽ തക്ക സമയത്ത് അവനെ ഉയർത്തിയെടുക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ യേശു. അതിനുവേണ്ടിയാണല്ലോ അവൻ കാൽവറി നമുക്ക് വേണ്ടി യാഗമായത്. ആ കുരിശ് ചോർന്നത്, അടി കൊണ്ടത്, അതെ മുൾമുടി തലയിൽ വച്ചത്, ഇതെല്ലാം സഹിച്ച് രക്തമൊഴുക്കി നമ്മൾ വീണ്ടെടുത്ത ആ യേശുനാഥന്റെ കൈക്കീഴിൽ പാദപീഠത്തിൽ ഇരുന്നവന്റെ കൈക്കീഴിൽ നമ്മൾ ആണിരിക്കുമ്പോ തക്ക സമയത്ത് നമ്മൾ ഉയർത്തും എന്നാണ് പത്രോസ് പറയുന്നത്. അപ്പൊ 40 സഹോദരന്മാരെ മരണം ആസ്വദിച്ചു. അവരിന്ന് ആ കോടിക്കണക്കിന് ജനഹൃദയങ്ങളിൽ ജീവിക്കുന്നു. ദാനിയേല് ആ ഇസ്രായേലിന്റെ ന്യായപ്രമാണത്തെ തിരസ്കരിക്കാതെ, രാജാവിന്റെ ആനുകൂല്യം സ്വീകരിക്കാതെ ധൈര്യമായി തന്റെ ഹൃദയ തീരുമാനപ്പെടാൻ നിന്നതുകൊണ്ട് ദാനിയേല് ഉന്നതനായ ഒരു മനുഷ്യൻ ബാബിലോണിൽ പേർഷ്യയിൽ ഉയരാവുന്നതിന്റെ ഏറ്റവും മുകളിലേക്ക് ഉയർന്നു കയറി വന്നു. അതേ പത്രോസ് പറയുന്നു, അവന്റെ കൈക്കീഴിൽ താണ്ടിരിക്കുക. തക്ക സമയത്ത് നമ്മൾ ഉയർത്തിയെടുക്കേണ്ടതിന് വേണ്ടി ഒരു താഴ്ചയുള്ള ഒരു മനോഭാവം നമുക്ക് വേണം. ഒരു രാജാവിനൊക്കെ ഒരു യാത്ര കഴിഞ്ഞ് പോരുമ്പോ തന്റെ മന്ത്രിയും കുറെ ആൾക്കാരും തന്റെ കൂടെയുണ്ട്. അങ്ങനെ ഒരു സന്യാസി, പ്രായമുള്ളൊരു സന്യാസി, വെള്ളത്താടിയൊക്കെ നീട്ടി ആ മുടിയൊക്കെ നീട്ടി അങ്ങനെ വടിയേരിയിൽ ഇരിക്കുന്നതായിട്ട് ഈ രാജാവ് കണ്ടു. അപ്പൊ രാജാവ് വളരെ ഭയഭക്തി ബഹുമാനത്തോടെ സന്യാസിയെ ഒന്ന് തൊഴുതു, തല കൊണ്ടൊന്നും വണങ്ങി അല്പനേരം ഒരു കുശലാന്വേഷണമൊക്കെ നടത്തി. എന്നിട്ട് രാജാവ് തിരിച്ചു പോന്നപ്പോ മന്ത്രിക്ക് ഒരു അസ്വസ്ഥ. അപ്പൊ മന്ത്രി കൊട്ടാരത്തിൽ വന്നപ്പോ ചോദിച്ചു, രാജാവേ, ഒരു കഷായ വസ്ത്രവും ധരിച്ച സന്യാസിയാന്ന് പറഞ്ഞ വഴിയേരിയിലിരുന്ന ആ വയസ്സനെ ഇത്രയും പ്രഗത്ഭനായ ഒരു രാജാവ് ഇങ്ങനെ താണ് വണങ്ങി തൊഴുത് ഇത്രയും കുശലാന്വേഷണമൊക്കെ നടത്തേണ്ട കാര്യമുണ്ടോ? അത് രാജാവിന്റെ പദവിക്കും സ്ഥാനമാനങ്ങൾക്കെല്ലാം മോശമായി എന്ന് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, നാളെ രാവിലെ ഒന്നങ്ങ് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി രാവിലെ വന്നപ്പോൾ രാജാവ് ഒരു കോഴിയുടെ തല, ഒരു മത്സ്യത്തിന്റെ തല, ഒരാടിന്റെ തല, തൂക്കിക്കൊല്ലാൻ വെച്ചിട്ടിരുന്ന ഒരുത്തനെ കൊന്ന അവന്റെ തല, അങ്ങനെ 4 തല പാക്ക് ചെയ്ത് വെച്ചിരിക്കുക. മന്ത്രിയോട് പറഞ്ഞു, നീ ഇത് ചന്തയിൽ കൊണ്ടുപോയി വിറ്റിട്ട് വരണമെന്ന് പറഞ്ഞു. അങ്ങനെ മന്ത്രി വളരെ ഉത്സാഹത്തോടെ ചന്തയിൽ പോയി മീനിന്റെ തല വിറ്റു, കോഴിയുടെ തല വിറ്റു, ആടിന്റെ തല വിറ്റു. മനുഷ്യനല്ല വേണ്ട. മന്ത്രി പറഞ്ഞു, ഇവൻ വിദേശ പര്യടനം നടത്തിയവനാണ്, ഇവൻ 2 നില താമസിച്ചവനാണ്, കോടിക്കണക്കിന് രൂപ ഭയങ്കര ഡിപ്പോസിറ്റ് ഉണ്ട്, ഇവൻ നാട്ടിൽ നിന്ന് മാന്യനാണ്. ഇങ്ങനെ ഒരു മനുഷ്യൻ എന്തെല്ലാം ഉയർത്തി പറയാമെന്ന് പറഞ്ഞാൽ അതെല്ലാം മന്ത്രി പറഞ്ഞെങ്കിൽ ഈ തല മേടിക്കാൻ ആരും ഉണ്ടായില്ല. വൈകുന്നേരമായപ്പോഴത്തെ തലയിൽ നിന്നാകെ ദുർഗന്ധമൊക്കെ വരാൻ തുടങ്ങി. പണ്ട് മന്ത്രി തലയുമായിട്ട് മടങ്ങി രാജകൊട്ടാരത്തിൽ വന്നു. തിരുമേനി, കോഴിയുടെ തല ചെന്നപ്പം തന്നെ കൊണ്ടുപോയി, മത്സ്യത്തിന്റെ തല കൊണ്ടുപോയി, ആടിന്റെ തലയും വിറ്റു, ഈ മനുഷ്യന്റെ തല ഒരു മനുഷ്യനും വേണ്ട തിരുമേനി എന്ന് പറഞ്ഞു. അപ്പൊ രാജാവ് പറഞ്ഞു മന്ത്രിയോട്, മന്ത്രി, നിന്റെ കഴുത്തേലിരിക്കുന്ന തലയും എന്റെ കഴുത്തേലിരിക്കുന്ന തലയും ഈ രാജ്യത്തെ എല്ലാ ജനങ്ങളുടെ തലയും ആർക്കും വേണ്ടാത്ത തലയാ. ഇത് ആർക്കും വേണ്ട, ഈ കഴുത്തേൽ ഇരിക്കുന്നതുകൊണ്ട് അതിന് വിലയുള്ളൂ. ആ തല കൊണ്ട് ഞാൻ ഭക്തനായ സന്യാസിയെ ഒന്ന് വണങ്ങി ഒന്ന് വിനയം കാണിച്ചു. എന്ത് കുഴപ്പമാണ് നിനക്ക് പറ്റിയത്? പേരിൽ അങ്ങനെ ഹെഡ്ലൈറ്റ് തലഭാരവുമായിട്ട് നടക്കരുത്. വണങ്ങേണ്ടവർക്ക് വണങ്ങണം, കുനിയേണ്ടവർക്ക് കുനിയണം, താഴേണ്ടവർക്ക് താഴണം, വിനയം കാണിക്കേണ്ടവർക്ക് വിനയം കാണിക്കണം. അങ്ങനെ ഒരു ദൈവഭയം നമ്മൾ ഉണ്ടാകണമെന്നാണ് പത്രോസ് പറഞ്ഞത്. അവ കാൽവരി നമുക്ക് വേണ്ടി യാഗമായി സ്വർഗാതിസ്വർഗം തരാബർസിലേമ് മനോഹരമായ ജീവജല നദി, ആ ജീവജലത്തിന് ദൈവത്തുള്ള ജീവവൃക്ഷം, അതിലെ ഫലങ്ങള്, കോടാനുകോടി വിശുദ്ധന്മാര്, 1000 ദൂതന്മാര്, നമ്മുടെ കർത്താവ് ദൈവം ഒരുമിച്ച് തേജസ്സിന്റെ ശരീരത്തിൽ കോടാനുകോടി വർഷം വാഴുവാൻ വേണ്ടി, ജീവിക്കുവാൻ വേണ്ടി, സന്തോഷം അനുഭവിക്കുവാൻ വേണ്ടി
നമ്മുടെ പാപങ്ങളെ കഴുകിക്കളയാൻ കാലോറിയിലേക്ക് ആ ക്രൂശുമായി പോയി ആ ക്രൂശിൽ കിടന്ന് ആ എന്റെ ദൈവമേ നിലവിളിക്കുന്ന ആ യേശുവിനുള്ള സ്നേഹം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ സഹജീവിയായ മനുഷ്യരോടും അതിന്റെ വിനയവും സ്നേഹവും താഴ്മയും നമ്മളിൽ ഉണ്ടാകും. ഓർക്കണം, മനുഷ്യജീവൻ തൽക്കാലമാണ്. 100 വർഷങ്ങൾ നമ്മൾ ഉണ്ടായിരുന്നില്ല. 100 വർഷം കഴിഞ്ഞ് നമ്മൾ പോകും. ഈ മണ്മയ ശരീരത്തിലിരിക്കുമ്പോൾ ആ പത്രോസ് പറഞ്ഞതുപോലെ ദൈവഭയത്ത് അവന്റെ കൈക്ക് താണിരുന്ന് ഭാവിയിലെ സ്വർഗീയ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കുവാൻ ഈ ആത്മനേരത്തെ വചനകയും ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. ഒരു പാട്ട് ഞാനിവിടെ പാടി അവസാനിപ്പിക്കാം. സ്തോത്രം. ശോഭയുള്ള നീതി സൂര്യൻ വാനമേഘ വരുമേ, ബലം നൽകും ഞങ്ങൾക്കും പറന്നു പോകാൻ. യേശുവിന്റെ മടങ്ങി വരവിൽ മരിച്ചവരായാലും ജീവിച്ചിരിക്കുന്നവരായാലും ആ തേജസ്സിന്റെ ശരീരത്തോടെ അവനോട് അനുരൂപരായി അവന്റെ ശരീരം പോലെ ശരീരമായി സ്വർഗോന്നങ്ങളിലേക്ക് പറന്നു പോകുന്ന കാഴ്ച എത്ര മനോഹരമാണ്. നോക്കിക്കേ, ശോഭയുള്ള നീതി സൂര്യൻ വാനമേഘ വരുമേ, ബലം നൽകാൻ ഞങ്ങൾക്ക് പറന്നു പോകാൻ. രക്തം കൊണ്ട് നേടും സഭ തേജസ്സിന്മേ തേജസ്സായി പറന്നു പോകൂ. സ്വർഗനാട്ടിൽ തന്നെ ഞങ്ങൾ പറന്നു പോകൂ. രക്തം കൊണ്ട് നേടും സഭ തേജസ്സിന്മേ തേജസ്സായി പറന്നു പോകൂ. സ്വർഗനാട്ടിൽ തന്നെ ഞങ്ങൾ പറന്നു പോകൂ. ഭൂമിയിലെ ജീവിതം കഴിഞ്ഞ് സ്വർഗരാജ്യം സ്വന്തമായി തരുവാൻ ആ മനോഹരത അവസാനമില്ലാത്ത കാലങ്ങൾ എത്രയോ സന്തോഷം പ്രത്യാശ നമുക്ക് ആ പ്രത്യാശ തരുവാൻ വേണ്ടി നമുക്ക് കാൽവറിയാകമായി യേശുവിനെ ഓർത്തുകൊണ്ട് ദൈവരാജ്യ ചിന്തയുള്ളവരായി സ്വർഗീയ പൗരന്മാരായി പിന്നെ താരങ്ങളായി ശോഭിക്കാൻ ദൈവം ഇടയാക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വാക്കുകൾ ചുരുക്കുന്നു. പ്രൈസ് ദി ലോർഡ്.